السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين. أما بعد. ബഹുമാനാദരവുള്ള പണ്ഡിതന്മാരെ, നല്ലവരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഈ കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ മുഹറം മാസം ഇതേ വേദിയിൽ പങ്കെടുത്തത് ഓർത്തു പോകുന്നു. ഖുതുബുസ്സമാൻ മമ്പർത്തോരെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് അന്ന് നമ്മൾ ഇതുപോലൊന്ന് സംബന്ധിച്ചിരുന്നു. അള്ളാഹു ഈ ബന്ധങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് എത്തുന്ന ബന്ധങ്ങളാക്കി അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരൻ PCH സഖാഫി അസുഖവുമായി ബന്ധപ്പെട്ട സമയത്ത് സത്യത്തിൽ ഞാനടക്കം നമ്മളൊക്കെ വലിയ പ്രയാസത്തിലായിരുന്നു. ഈ മഹത്തായ വേദിയുടെ ബർക്കത്ത്, പ്രത്യേകിച്ച് സിദ്ദീഖ് തങ്ങളുടെ കറാമത്താണ് ഇന്ന് അത്ഭുതകരമായി അതിൽ നിന്നൊക്കെ മോചനം ലഭിച്ചു. ഭംഗിയായി നമുക്ക് നേതൃത്വം നൽകാനുള്ള ഈ നല്ല അവസ്ഥയിലേക്ക് എത്തി. അള്ളാഹു ഇനിയും ആഫിയത്ത്, ദീർഘായുസ് അള്ളാഹുവിനെ റിളയിലായി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് അവിടത്തേക്ക് ദുആ ചെയ്തുകൊണ്ട്, പ്രിയമുള്ളവരെ, നാമൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹു നമ്മുടെ യജമാനനാണ്. അടിമകളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാകുന്ന യജമാനനുക്ക് ധാരാളം കടപ്പാടുകൾ നിർവഹിക്കേണ്ടവരാണ്, പാലിക്കേണ്ടവരാണ്. ഒരു അടിമ എന്ന നിലക്ക് യജമാനനായ അള്ളാഹുവിനോട് എന്തെല്ലാം കടപ്പാടുകൾ നമ്മിലുണ്ടോ അതൊക്കെ നമ്മൾ അതിൻ്റെതായ രീതിയിലും രൂപത്തിലും നിർവഹിക്കുമ്പോഴേ യഥാർത്ഥ അടിമയായി നമുക്ക് ജീവിച്ച് മരിക്കാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് ആഗതമായി കഴിഞ്ഞു. റജബിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ കേൾക്കുന്ന ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്ത ദുആയാണ്. അല്ലാഹുവേ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ, ഞങ്ങൾക്ക് നീ റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണമേ. വബല്ലിഗ്നാ റമളാൻ, പരിശുദ്ധമായ റമളാൻ ഷരീഫിലേക്ക് കാലെടുത്ത് വെക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ എന്ന ദുആ നമ്മൾ ദുആർക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ദിവസങ്ങളായി കഴിഞ്ഞു. എന്താണ് ഇതിൻ്റെയൊക്കെ സിറ്? പരിശുദ്ധമായ റമളാനു ഷരീഫ് നമ്മിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ വിജയത്തിന്റെ മർമ്മമായ ആത്മാവിന്റെ ശുദ്ധി കൈവരിക്കാൻ ഉതകുന്ന മഹത്തായ റമളാനു ഷരീഫ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, ആ റമളാനു ഷരീഫ് കൊണ്ട് അള്ളാഹു ലക്ഷ്യം വെച്ച ആ ലക്ഷ്യം നിർവഹിക്കണമെങ്കിൽ റജബിൽ നമ്മൾ പണി തുടങ്ങണം. എന്താണ് റമളാൻ കൊണ്ടുള്ള ലക്ഷ്യം? യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. പരിശുദ്ധ ഖുർആനിൽ കാണാമല്ലോ,
ലഅല്ലക്കും തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ് റമദാനു ശരീഫില് നോമ്പിനെ ഫർളാക്കിയതും. മുൻഗാമികൾക്ക് പോലെ നമുക്ക് നോമ്പിനെ ഫർളാക്കപ്പെട്ടത്, റമദാൻ ശരീഫ് നമുക്ക് നൽകിയത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ്, മുത്തഖീങ്ങളെ പവർ ലഭിക്കാൻ വേണ്ടിയാണ്. എന്തേ കാരണം? വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അവസാന വിജയം മുത്തഖീങ്ങൾക്കാണ്. ആരാണ് മുത്തഖി എന്ന് പറഞ്ഞാൽ? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി അത് അനുസരിച്ച് ജീവിക്കുകയും അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഒഴിവാക്കി അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നൊരവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം അതാണ് തഖ്വയുടെ മാനദണ്ഡം. ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നമുക്ക് ലഭിക്കാൻ, മുത്തഖി എന്ന പവർ ലഭിക്കാൻ അല്ലാഹു റമദാനു ശരീഫ് നമുക്ക് നൽകി. എന്നാൽ എന്നോടും എൻ്റെ ശബ്ദം കേൾക്കുന്നവരോടും ഒരു ചോദ്യം: എത്ര റമദാൻ നമുക്ക് കഴിഞ്ഞു പോയി? റമദാന് കൊണ്ട് അല്ലാഹു വെച്ച ലക്ഷ്യം ഞാൻ നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ് റജബ്. റമദാന്റെ മുന്നൊരുക്കങ്ങളാണ് റജബും ശഅബാനും. റമദാന് കൊണ്ട് അല്ലാഹു നമുക്ക് വെച്ച ലക്ഷ്യം നമ്മൾ നേടിയിട്ടുണ്ടോ ഇല്ലയോ ഇപ്പോൾ നമ്മൾ പരിശോധിക്കണം. എന്താ ലക്ഷ്യം? റമദാന് കൊണ്ട് അല്ലാഹു വെച്ച ലക്ഷ്യം നേടിയാൽ, അഥവാ ഒരു മനുഷ്യൻ റമദാനു ശരീഫിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി, ഞാൻ ഈ പറഞ്ഞ മുത്തഖിയുടെ ടൈറ്റിൽ ലഭിച്ചു, ആ പവറിലേക്ക് എത്തിയാൽ മാറ്റങ്ങളുണ്ടാകും. എന്താണ് മാറ്റം? റമദാനു ശരീഫിന്റെ മുമ്പ് ചെയ്യാത്ത അമലുകൾ റമദാനിന്റെ ശേഷം അദ്ദേഹത്തിൽ കാണുന്നു. ധാരാളം നല്ല നല്ല കാര്യങ്ങൾ റമദാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ കാണുന്നു. 5 വഖത്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ സാധിക്കുക, അത് മഹാഭാഗ്യമാണ്. റമദാൻ കഴിഞ്ഞപ്പോൾ അത് ഭംഗിയായി തുടരാൻ കഴിയുന്നു. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഇന്ന് നമുക്ക് സമയമില്ല. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന പതിവ് റമദാന് മുമ്പുണ്ടായിരുന്നില്ല. റമദാൻ കഴിഞ്ഞപ്പോൾ റമദാനോടുകൂടെ ധാരാളം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതാൻ സാധിക്കുന്നു. ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അതേസമയം റമദാനിന്റെ മുമ്പ് ചെയ്തിരുന്ന തെറ്റുകുറ്റങ്ങൾ വളരെ സ്വകാര്യമായി രാത്രി സമയങ്ങളിൽ വളരെ സ്വകാര്യമായി ചെയ്ത പല തെറ്റുകളും ഞാൻ ചിലപ്പോഴൊക്കെ സരസിൽ പറയാറുണ്ട്. നമ്മള് നല്ലവരാണോ അല്ലേ എന്ന അടയാളത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ചവരാണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അടയാളമായി ഞാൻ പല സരസിലും പറയാറുണ്ട്. നമ്മളെ റൂമിൽ ഒറ്റക്കാകുന്ന സമയം ഈ സാധനം നമ്മളെ കയ്യിൽ വേണം, അപ്പോഴേ ആ പരിശോധന നടക്കുള്ളൂ കേട്ടോ. ഈ സാധനം നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കെ നമ്മുടെ റൂമിൽ സ്വകാര്യമായി അടച്ചിട്ട റൂമിൽ ഞാൻ ഒറ്റക്കാകുമ്പോൾ എൻ്റെ ഹാലി എന്താണെന്ന് ഞാൻ പരിശോധിക്കണം, നിങ്ങൾ പരിശോധിക്കണം. അപ്പോൾ തിരിയും ഞാൻ അല്ലാഹു പൊരുത്തപ്പെട്ടവനാണോ അല്ലേ എന്ന് നമുക്ക് പരിശോധിച്ചാൽ ലഭിക്കും. ഞാൻ പറയട്ടെ, സ്വകാര്യമായും അല്ലാതെയും ചെയ്തിരുന്ന പല തെറ്റുകളും ഉണ്ടായിരുന്നു. റമദാൻ കഴിഞ്ഞപ്പോൾ ആ തെറ്റുകൾ പിന്നെ കാണുന്നില്ല. ഇങ്ങനത്തെ ഒരു മാറ്റം റമദാന്റെ ലക്ഷ്യം നേടിയാൽ ലഭിക്കുമെന്ന് പണ്ഡിതന്മാര് പറയുന്നു. എത്ര റമദാൻ കഴിഞ്ഞു പോയി. എനിക്കിപ്പോ 51 വയസ്സായി. നിങ്ങൾക്ക് എത്ര വയസ്സായി മുസ്തഫാക്ക്?
പിന്നെ താഴെ ഉണ്ടല്ലേ. 51 വയസ്സിൽ 15 വയസ്സ് കഴിച്ചാൽ ബാക്കി എത്ര റമദാൻ എനിക്ക് കഴിഞ്ഞു പോയി? നമുക്ക് എന്താ മാറ്റം ഉള്ളത്? ആ പഴയ പോക്ക് അങ്ങനെ പോകുന്നു എന്നല്ലാതെ ഒരു മാറ്റം ചിലർക്കൊക്കെ കാണും. റമദാൻ കഴിഞ്ഞപ്പോ റമദാന്റെ മുമ്പ് ഒരു 50-60 കിലോ ഉണ്ടായിരുന്നു. റമദാൻ കഴിഞ്ഞപ്പോ 75 കിലോനായി മാറിയിട്ടുണ്ട്. എന്താ കാരണം? ഏറ്റവും കൂടുതൽ മാംസം കഴിക്കാൻ കിട്ടുന്ന മാസം റമദാനാണ്. ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം കഴിക്കാൻ കിട്ടുന്ന മാസം റമദാനാണ്. ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കാൻ കിട്ടുന്ന മാസം ഏതാണ്? റമദാനാണ്. നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നു, മഗ്‌രിബ് മുതൽ സുബൈ വരെ പരമാവധി. അതുകൊണ്ട് തന്നെ തടി ഒന്ന് ഉഷാറാവും. ചിലപ്പോൾ അങ്ങനെ മാറ്റം നമ്മളിൽ കാണും. ആ മാറ്റമല്ല റമദാൻ കൊണ്ട് ലഭിക്കേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ, മുത്തഖിയുടെ പോസ്റ്റിലേക്ക്, ആ പവറിലേക്ക് എത്തുക എന്നതാണ്. അത് നമുക്ക് ലഭിച്ചോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. എന്തുകൊണ്ട് നടന്നില്ല? മനുഷ്യന്റെ ശരീരത്തിലുള്ള ആത്മാവിന്റെ ശുദ്ധി കൈവരിച്ചവർക്കാണ് ഈ ടൈറ്റിൽ ലഭിക്കുന്നത്. അതിനാണ് റമദാൻ അള്ളാഹ് നൽകിയത്. ആ ലക്ഷ്യം റമദാനിന് കിട്ടണമെങ്കിൽ റജബിൽ പണി തുടങ്ങണം. അതിനാണ് ഞാൻ ഇത്രത്തോളം അത് പറഞ്ഞത്. വഇന്ന റജബാലി തത്ഹീരിൽ ബദൻ വശഅബാന ലിതത്ഹീരിൽ ഖൽബ് വറമളാന ലിതത്ഹീരിർ റൂഹ്. എന്തേ പറഞ്ഞത്? റജബ് മാസം എന്നത് ശരീരത്തെ ശുദ്ധിയാക്കാനുള്ള മാസമാണ്. ശഅബാൻ മാസം എന്നത് കൽബിനെ ശുദ്ധിയാക്കാനുള്ള മാസമാണ്. റമളാൻ ഷരീഫ് ആത്മാവിനെ ശുദ്ധിയാക്കാനുള്ള മാസമാണ്. അപ്പോൾ ഒരാള് റജബിൽ ശരീരത്തെ ശുദ്ധിയാക്കിയിട്ടില്ലെങ്കിൽ ശഅബാനിൽ കൽബ് ശുദ്ധിയാക്കാൻ സാധ്യമല്ല. ശഅബാനിൽ കൽബ് ശുദ്ധിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ റമളാനിൽ ആത്മാവ് ശുദ്ധിയാക്കാൻ സാധ്യമല്ല. ആത്മാവ് ശുദ്ധിയായില്ലെങ്കിലോ വഖദ് ഖാബ മൻ ദസ്സാഹാ, ആ മനുഷ്യൻ, ആ പുരുഷൻ, ആ പെണ്ണ് പരാജയപ്പെട്ടു കഴിഞ്ഞു. നഊദു ബില്ലാഹ്. അപ്പൊ റമളാൻ നന്നാവണമെങ്കിൽ റജബിൽ നമ്മൾ പണി തുടങ്ങണം. എന്നാൽ നമുക്ക് റമളാൻ കൊയ്തെടുക്കാൻ കഴിയും. ഇപ്പൊ പണി തുടങ്ങണം. ഏറ്റവും പ്രധാനമായിട്ട് റജബ് മാസം വലിയ ബഹുമാനമുള്ള, ആദരവുള്ള, ഷഹറുള്ള എന്ന് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. ഈ മാസത്തിൽ നന്മക്ക് വലിയ പൗറുണ്ട്. അള്ളാഹു വേഗം കബൂൽ ചെയ്യുന്ന ധാരാളം ഇരട്ടി പ്രതിഫലമുള്ള റജബ് മാസം തന്നെയല്ല. നേരത്തെ ഇവിടെ പറഞ്ഞു, നമ്മളെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന സമയം, അജ്മീർ ഖാജ തങ്ങൾ ഇന്ത്യന്റെ രാജാവിനെ അനുസ്മരിക്കുന്ന സമയം, അതുപോലെ വലിയ വലിയ മഹാന്മാരെ അനുസ്മരിക്കുന്ന സമയം, അതിലൊക്കെ കൂടുതലായി ലോകത്ത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവം നടന്ന ഇസ്റാ മിഅ്റാജ് എന്ന സംഭവം നടന്ന ആ തുല്യതയില്ലാത്ത സംഭവത്തിന് സാക്ഷിയായ മാസമാണ് റജബ്. നമുക്കെല്ലാവർക്കും ഫർളായ 5 വഖത്ത് നിസ്കാരം സമ്മാനമായി മുത്തനബിയിലൂടെ ലഭിച്ചതും ഈ റജബിലാണ്. അപ്പൊ നിസ്കാരത്തിന്റെ വാർഷിക മാസമാണ് റജബ്. പല നിലക്കും മഹത്വങ്ങളുള്ള മാസമാണ് റജബ്. ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട മാസമാണ്. അല്ലാഹുവേ, സാധുക്കളായി ഞങ്ങൾക്ക് റജബിനെ ബഹുമാനിക്കാനും, ശഅബാനിനെ ബഹുമാനിക്കാനും, റമളാനിനെ ബഹുമാനിക്കാനും, അതിലൂടെ രക്ഷപ്പെടാനും ഭാഗ്യം നൽകണേ അല്ലാഹ്. പഴയ കാലത്തൊക്കെ ഉമ്മമാര് റജബായാൽ തന്നെ നോമ്പ് ആരംഭിക്കും.
സുന്നത്ത് നോമ്പ്. ഞാൻ ഉമ്മമാരെന്ന് പറഞ്ഞത് നമ്മളാ വിഷയത്തിൽ വളരെ പിറകില. സ്ത്രീകള് പഴയ കാലത്ത് എന്ന് ഞാൻ കരുതി കൂട്ടി പറഞ്ഞ തന്നെയാണ്. ഇപ്പൊ അങ്ങനത്തെ ഒരുണ്ടോ? 96 നോമ്പിന്റെ ആൾക്കാർ ഉണ്ടോ? ഉണ്ടില്ലേ? അൽഹംദുലില്ലാ. എന്നാ വളരെ കുറവേക്കാരം. മുമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. മുമ്പ് അധിക ഉമ്മമാരും 96 നോമ്പ്. ഈ 96 എന്ന ഒരു അതത് അങ്ങനെ ഒരു സുന്നത്ത് നോമ്പ് ഉണ്ടായിട്ടല്ല. അത് റജബ് 30 നോമ്പ് ഒരിക്കലും സുന്നത്തുണ്ട്. പിന്നെ ശഅബാൻ 30 സുന്നത്തുണ്ട്. റമദാൻ 30 ഫർളുമായി, ശവ്വാല് 6 അപ്പൊ 96. ഇങ്ങനെയാണ്ട് ജമ്മ ചെയ്ത് കൂട്ടി പറയുന്നതാണ് 96 എന്ന്. അല്ല 96 വെച്ചിട്ട് ഒരു നോമ്പുണ്ടായിട്ടല്ല. ഇപ്പോ മേറാജ് നോമ്പ് എത്രണ്ണ? സ്ത്രീകളോട് ചോദിച്ചാൽ എന്താ പറയാ? 2 എന്നറിയും അല്ലേ? ബറാത്ത് നോമ്പോ 2 എന്നറിയും. എന്നിട്ട് അവര് പറയും പഴയ കാലത്തൊക്കെ ഞങ്ങള് മീറാജ് നോമ്പും മറാത്ത് നോമ്പൊക്കെ 2 ആയിരുന്നു. ഇപ്പൊ മൂല്യന്മാരെന്താക്കി? 1 ആക്കി ചുരുക്കി. നമ്മളെ കുറ്റപ്പെടുത്തും. സംഗതി മീറാജ് നോമ്പായാലും ബറാത്ത് നോമ്പായാലും 1 ഉള്ളൂ. പഴയ കാലത്ത് ഉമ്മമാര് 2 നോറ്റിരുന്നു. അത് ശരിയാ. എന്താ അതിന് കാരണം? ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ അന്നില്ല. മാസം കാണുക, അത് ഉറപ്പിക്കുക, അതിങ്ങനെ പരസ്യമായി നമുക്കറിയാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ആ പഴയ കാലത്ത് ഇങ്ങനെ അവരിങ്ങനെ കണക്കൂട്ടി പോരുന്ന ആ ഒരു കണക്ക്. അപ്പൊ തലേന്നും പിറ്റേന്നും 2 നോമ്പാണ് നോറ്റാൽ ഏത് കുടുങ്ങി കിട്ടും? മീറാജിന്റെ നോമ്പ് കുടുങ്ങി കിട്ടുമല്ലോ. അതുപോലെ തന്നെ ബറാത്തിന്റെ തലേന്നും പിറ്റേന്നാണ് നോറ്റാല് ഏതായാലും ചെയ്യും നോമ്പ് കുടുങ്ങും. അപ്പൊ അങ്ങനെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങനെയുള്ള അവരൊക്കെ. പഴയ കാലത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്തെ ആവേശികമായി സൂക്ഷ്മത എന്നത് അവരിൽ വല്ലാതെ കണ്ടിരുന്നു. സൂക്ഷ്മത ഉള്ള അമല് അത് വൃത്തിയില് സൂക്ഷ്മതയോടുകൂടി ചെയ്യാം. കുറച്ചായിക്കോട്ടെ, അങ്ങനെ ആയിരുന്നു അവര്. ഇപ്പൊ നോക്കി നിങ്ങള് മഗ്‌രിബിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം പഴയ കാലത്ത് നമ്മള് പള്ളിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെറുപ്പത്തില് ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ പള്ളികളിലൊക്കെ കാണുന്നു. സംഗതി സുന്നത്തില്ലേ? ഉണ്ട്. മഗ്‌രിബിന് മുമ്പ് സുന്നത്തുണ്ട്. പിന്നെ എന്തേ അത് മുമ്പ് കാണാതിരുന്നത്? സൂക്ഷ്മത. എന്ത് സൂക്ഷ്മത? മൈക്കിലൂടെ വാങ്ക് കൊടുക്കുക, അത് ജനങ്ങൾ കേൾക്കുക, അങ്ങനെ സംവിധാനം മുമ്പില്ല. എന്റെ ചെറുപ്പത്തിലൊന്നും കറണ്ട് നമ്മളെ വീട്ടിലൊന്നും ഇല്ലല്ലോ അല്ലേ? ചിമ്മിനി വിളക്കേരല്ലേ നമ്മളൊക്കെ പഠിച്ചിരുന്നത്. ഞാൻ പഠിച്ചിരുന്ന ചിമ്മിനി വിളക്കേറ്റായിരുന്നു, കറണ്ട് ഇല്ല. അപ്പൊ അന്ന് കറണ്ടുകളില്ല. അപ്പോ ജനങ്ങളാണെങ്കിലോ പാടത്തും പറമ്പിലും 4 കാലുകളായിട്ട് കഴിഞ്ഞു കൂടുകയാണ്. അപ്പൊ ബാങ്ക് കേട്ട് അസ്തമിച്ചു, ബാങ്ക് കേൾക്കൂല, അസ്തമിച്ചു എന്ന് മനസ്സിലാക്കി അവര് പള്ളിയിൽ വരുമ്പോഴത്തേക്കും സമയം വൈകുകയാണ്. അപ്പൊ ജനങ്ങൾ എത്തിയ ഉടനെ ഫർള് നിസ്കരിക്കുകയാണ്. പിന്നെയോ അതോടൊപ്പം മഗ്‌രിബിന്റെ സുന്നത്ത്, മഗ്‌രിബിന്റെ സമയം വളരെ കുറഞ്ഞുള്ളൂ ഒരു അഭിപ്രായ പ്രകാരം. അപ്പൊ മഗ്‌രിബ് ആ അഭിപ്രായ പ്രകാരം അതിന്റെ സുന്നത്തും കൂടി, മഗ്‌രിബിന്റെ ശേഷമുള്ള സുന്നത്ത് വളരെ മോക്കതായ സുന്നത്താ. ആ സുന്നത്തും കൂടി അതായി കിട്ടാൻ വേണ്ടി വേഗം അവരെന്ത് ചെയ്യും? മഗ്‌രിബ് നിസ്കരിക്കും. ഉടൻ സുബ്ഹാനല്ലാഹും കൂടി ചെല്ലൂല, അൽഹംദുലില്ലാഹ് ചെല്ലൂല. സത്യത്തിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാം പറ്റിയ സമയമല്ലേ? അതും കൂടി ചൊല്ലാതെ മുഅക്കദായ സുന്നത്ത് ഖളാ ആവാതിരിക്കാൻ വേണ്ടി അതുവരെ ചുരുക്കിയിട്ട് അവർ സൂക്ഷ്മത പാലിച്ചിരുന്നു. അപ്പൊ വേഗം എന്ത് ചെയ്യാം? മഗ്‌രിബ് നിസ്കരിക്കുക, വളരെ വേഗം ചുരുങ്ങിയൊരു ദുആയും വേഗം സുന്നത്ത് നിസ്കരിച്ച. ഇന്ന് എന്ന് പറഞ്ഞാല് സംവിധാനങ്ങൾ നമുക്ക് പടച്ചോൻ സൗകര്യങ്ങൾ നൽകി. എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ഇഷ്ടം പോലെ വാരിക്കോരി തന്നു. ഇപ്പൊ മഗ്‌രിബിന് മുമ്പ് തന്നെ ജനങ്ങൾ പള്ളിയിൽ ഹാജറ. ബാങ്ക് കൊടുത്ത ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ സമയമുണ്ട്. അപ്പൊ സുന്നത്ത് നിസ്കരിക്കാം, എന്നിട്ട് ഫർള് നിസ്കരിക്കാം,
എന്നിട്ട് ചെറിയൊരു ദുആയും സുന്നത്തും. ഇന്നെന്താവില്ല, നഷ്ടപ്പെടാതെ ഇപ്പൊ സൂക്ഷിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഇപ്പൊ ചില പള്ളിയിലൊക്കെ തുടങ്ങുന്നത്. മുമ്പ് അങ്ങനല്ല, സംവിധാനം ഇല്ലാത്തത് കൊണ്ട് വേഗം ഫർളുമായി ബന്ധപ്പെടുന്നു, മോക്കതായ സുന്നത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. കാരണം മഗ്‌രിബിന്റെ വക്ത് ഒരു അഭിപ്രായ പ്രകാരം കുറഞ്ഞ സമയമുള്ളൂ, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ്. 20 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ അത് നിസ്കരിച്ചാൽ അതായി കിട്ടും, അത് കഴിഞ്ഞാൽ ഖളായി പോവും, ഒരഭിപ്രായ പ്രകാരം. ഞാനിപ്പോൾ അങ്ങനെ ഇപ്പോൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സുന്നത്തും കൂടി അതായി ലഭിക്കാനാണ് അവരങ്ങനൊക്കെ ചെയ്തിരുന്നത്, സൂക്ഷ്മത പാലിച്ചിരുന്നു. ആ സൂക്ഷ്മതന്റെ ഭാഗമാണ് പഴയകാലത്ത് ഉമ്മമാര് 2 നോമ്പ് നോറ്റു പോന്നിരുന്നത്. അങ്ങനെ ബറാത്ത് നോമ്പ് 2, മിറാജ് നോമ്പ് 2, അങ്ങനല്ല. എത്രയേ ഉള്ളൂ? 1 നോൽക്കുന്നവർക്ക് നോൽക്കാം. കാരണം റജബ് മുഴുവനും നോമ്പൊലുക്കൽ സുന്നത്തുണ്ട്, ശഅബാൻ മുഴുവനും നോമ്പൊലുക്കൽ സുന്നത്തുണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യാം, നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതൊക്കെ നോക്കാൻ പറ്റും. തന്നെയല്ല, അള്ളാഹു യുദ്ധം ഹറാമാക്കിയ 4 മാസങ്ങൾ, റജബ് മാസം നമുക്കറിയാം, ദുൽഖഅദ് മാസം, ദുൽഹിജ്ജ മാസം, മുഹറം മാസം, ഈ 4 മാസം അള്ളാഹു യുദ്ധം ഹറാമാക്കിയ മാസങ്ങളാണ്. ആ മാസം കൂടിയാണ് റജബ്. അതുകൊണ്ട് തന്നെ വലിയ ബഹുമാനവും ആദരവുമുള്ള റജബ് മാസത്തെ ബഹുമാനിക്കണം, ആദരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തെറ്റുകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. പൊതുവെ തെറ്റുകൾ സംഭവിക്കാതെ ജീവിതത്തെ ക്ലിയറായി കൊണ്ടുപോകണം. അതാണ് നല്ല മനുഷ്യന്മാരുടെ അടയാളം. വാക്കും പ്രവൃത്തിയും ചിന്തയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാണോ അത് പറയണം, ചെയ്യണം, ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലല്ലേ പറയണ്ട, ചിന്തിക്കണ്ട, പ്രവർത്തിക്കണ്ട. ഇതാണ് നല്ല മനുഷ്യന്മാരുടെ അടയാളം. ഇന്നോ കാലത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് ശറഈന്റെ നിയമങ്ങൾ മാറ്റിവെച്ച് നമ്മൾ ന്യായീകരണങ്ങൾ കണ്ടെത്തി പലതും ചെയ്തു കൂട്ടുന്നു, പറഞ്ഞു കൂട്ടുന്നു, ചിന്തിക്കുന്നു. പടച്ച റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. പല ആഘോഷങ്ങൾ വരെ, ഓണാഘോഷാണെങ്കിലും ക്രിസ്തുമസിന്റെ ആഘോഷാണെങ്കിലും അതൊക്കെ ഇപ്പോ നമ്മിൽപ്പെട്ട ചില ആളുകൾ ഏറ്റെടുത്തു പോയ വല്ലാത്ത സങ്കടം, ഈമാനിന് കോട്ടം വരുന്ന സംഗതികളാണ്. ഇന്ത്യ മഹാരാജ്യം എല്ലാ മതക്കാർക്കും അവരുടെ മതം അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. പക്ഷേ ഒരു വിഭാഗത്തിന്റെ ആചാരങ്ങൾ നമ്മൾ എന്തിനു സ്വീകരിക്കണം? അത് അവര് ഭംഗിയായി നടത്തട്ടെ, അതിന് നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം, സന്ദർഭവും സാഹചര്യത്തിനനുസരിച്ച്. നമ്മൾ അവരെ ആചാരം സ്വീകരിച്ചിട്ട് നമ്മളെ ഈമാന് എന്തിന് കോട്ടം സംഭവിക്കണം? സ്കൂളിലെ മാഷും ടീച്ചറും അതാണ് ഇപ്പൊ ഇന്ന് ഷെയ്ഖ്, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡോക്ടർമാരാണ് ഷെയ്ഖ്. എന്താണോ അവര് പറയുന്നത്, കൽപ്പിക്കുന്നത്, അത് ഇസ്ലാമികമാണോ അല്ലെന്ന് ചിന്തിക്കാതെ അപ്പടി അത് ഉൾക്കൊള്ളുന്ന, അത് ഏറ്റെടുക്കുന്ന ഒരു ദുഃഖ സത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ഊന്നി പറഞ്ഞത്, ചില രക്ഷിതാക്കന്മാരൊക്കെ അങ്ങനെ കുട്ടികളെ ക്രിസ്തുമസിന്റെ അന്നും ഓണത്തിൻ്റെ അന്നും കോലം കെട്ടാൻ വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന വളരെ പ്രയാസകരമായ രംഗങ്ങൾ കൂടി വരുന്നുണ്ട്. സൂക്ഷിക്കണം, അല്ലെങ്കിൽ അപകടമാണ്. രാവിലെ മുസ്ലിമായവൻ വൈകുന്നേരം കാഫിറായി പോകുന്നു, വൈകുന്നേരം കാഫിറായവൻ നേരം വെളുത്താൽ മുസ്ലിമാകുന്നു. ഇങ്ങനത്തെ ഈമാന് കൊണ്ട് പന്തയമാടുന്ന വല്ലാത്തൊരു കാലഘട്ടം വരാനുണ്ടെന്ന് മുത്തുനബി വിശേഷിപ്പിച്ച കാലമാണോ ഈ കാലം? സൂക്ഷിക്കണേ. ഈമാനിന് കോട്ടം വരുന്നതിന് തൊട്ട് വളരെ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, റജബ് മാസം വലിയ ബഹുമാനമുള്ള മാസമാണ്. പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം. ഒരു മനുഷ്യന്റെ
ആഖിറം നന്നാവാന്. കണ്ടോ, ഇൻ അറത്തുമു റാഹത വഖ്തൽ മൗതി മിനൽ അത്ശ് വൽ ഖുറൂജ മഅൽ ഈമാൻ വൻ നജാത മിനശ് ശൈത്താൻ ഫഹ്തരിമു ഹാദിഹി ശുഹൂറ കുല്ലഹാ ബികസറത്തി സിയാമി വൻ നദം. മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ഇൻ അറത്തുമു റാഹത വഖ്തൽ മൗതി, മരിക്കുന്ന സമയത്ത് നല്ല റാഹത്തോടു കൂടി മരിക്കണമെന്ന ഉദ്ദേശമുണ്ടോ? വൽ ഖുറൂജ മഅൽ ഈമാൻ, ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വൻ നജാത മിനശ് ശൈത്താൻ, ശൈത്താന്റെ ശർറിൽ നിന്ന് രക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഫഹ്തരിമൂ ഹാദിഹി ശുഹൂറ കുല്ലഹാ, അല്ലാഹ് ബഹുമാനിച്ച മാസങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണേ. അതിൽപ്പെട്ട മാസമാണ് റജബ് മാസം. എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണത് സ്വീകരിക്കേണ്ടത്? മഹാന്മാര് കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ബികസറത്തി സിയാമി വന്നദം, ബികസറത്തി സിയാമി വന്നദം. നോമ്പിനെ വർദ്ധിപ്പിക്കണം, തൗബയെ വർദ്ധിപ്പിക്കണം. നമ്മളെ കയ്യിലില്ലാത്ത മുതലായി പോയല്ലോ. റമദാനു ശരീഫ് ആഗതമാവണം തൗബ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ 27-ാം രാവ് വരണം തൗബ ചെയ്യണമെങ്കിൽ. മുഅ്മിനീങ്ങളെ, തൗബ ചെയ്യാൻ റമദാൻ വരണമെന്നില്ല. എല്ലാ ദിവസവും നിങ്ങൾ തൗബ ചെയ്യൂ. അത് നന്നാവാനുള്ള വലിയൊരു അടയാളമാണ്. റൂമിലിരുന്ന് ഒറ്റക്കാകുന്ന സമയത്ത്, ആരും കേൾക്കാനില്ലാത്ത സമയത്ത് ചെയ്തു പോയ തെറ്റുകൾ നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിലൊന്ന് എണ്ണി എണ്ണി പറയണം. എണ്ണി എണ്ണി പറഞ്ഞ്, പടച്ചോനെ, ഞാൻ ഇങ്ങനൊക്കെ തെറ്റ് ചെയ്തിട്ടും എന്റെ മാനം നീ നഷ്ടപ്പെടുത്തിയിട്ടില്ല, മാലോകരെ നീ അറിയിച്ചിട്ടില്ല. അത് നിന്റെ കൃപയല്ലേ റബ്ബേ. ഞാൻ ഈ സ്വകാര്യമായി ചെയ്യുന്ന ഈ തെറ്റുകള് മാലോകരങ്ങാം അറിഞ്ഞാൽ, ജനങ്ങളങ്ങാം അറിഞ്ഞാൽ എൻ്റെ മാനം നഷ്ടപ്പെട്ടു പോകും. മാനം നഷ്ടപ്പെട്ടാലോ പിന്നെ നമ്മൾ എന്ത് നേടിയാലും ആരായാലും സുബ്ഹാനല്ലാഹ് ജനങ്ങൾക്ക് അവന് ആവശ്യമില്ല. റബ്ബി നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിൻ്റെ മേല് തുടർന്നാൽ, അത് 40 വയസ്സ് കഴിഞ്ഞിട്ടും കൂടി ആയാൽ അത് വല്ലാത്ത ദുരന്തമായി മാറാൻ പോകുകയാണ്. പരിശുദ്ധമായ കഅബ ശരീഫിന്റെ കില്ല പൊടിച്ച് ഒരാള് വല്ലാതെ പൊട്ടി കരയുന്നു. ദിവസങ്ങളായി അദ്ദേഹം പരിശുദ്ധമായ കഅബയുടെ അരികിൽ നിന്നുകൊണ്ട് പൊട്ടി കരയുന്നു. അവിടെ വന്ന ഒരു മഹാനീ മനുഷ്യനത് വീക്ഷിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങൾ ദിവസങ്ങളായല്ലോ കഅബ ശരീഫിന്റെ അരികെ വന്ന് ഇങ്ങനെ പൊട്ടി കരയുന്നത്, എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ പള്ളിയുടെ ഒരു ഖാദിമാണ്, പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നവനാണ്, പള്ളിയുടെ ക്ലീനിങ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. എൻ്റെ ഇക്കാക്കയായിരുന്നു അതിൻ്റെ ആ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. എൻ്റെ ഇക്കാക്ക പള്ളിയുടെ ഖാദിമായിരിക്കെ, ബാങ്ക് വിളിക്കുന്നവനായിരിക്കെ ഈമാന് കിട്ടാതെ മരണപ്പെട്ടു പോയി. അതിന് മുമ്പ് അവരുടെ മുകളിലുള്ള ഇക്കാക്കയായിരുന്നു, അവരും ഈമാന് കിട്ടാതെ മരണപ്പെട്ടു പോയി.
മൂന്നാമത് ആ ഡ്യൂട്ടി എൻ്റെ കയ്യിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇക്കാക്കമാര് പള്ളിയുടെ ഖാദിമായിട്ട് പോലും ബാങ്ക് വിളിക്കുന്നവരായിട്ട് പോലും ഈമാൻ കിട്ടാതെ മരിച്ചു പോയല്ലോ. നസറാണിയായി മരിക്കുന്നു, കാഫറായി മരിക്കുന്ന രംഗം പേടിച്ച് ഞാൻ ആ ഡ്യൂട്ടി ഇപ്പോൾ എനിക്കാണ് വന്നിട്ടുള്ളത്. റബ്ബേ, എനിക്കും ആ ദുരന്തം വരുമോ എന്ന് പേടിച്ച് കരയുകയാണ്. ചോദിച്ചു, എന്താ ഇക്കാക്കാരുടെ ജീവിത ചരിത്രം പരിശോധിച്ചപ്പോ പള്ളിയുടെ ഹാദിമീങ്ങൾ, അള്ളാഹുവിന്റെ ഭവനത്തിന്റെ ഹാദിമിന്റെ പ്രതിഫലം ഞാൻ പറയേണ്ടതുണ്ടോ? ബാങ്ക് വിളിക്കുന്ന മനുഷ്യന്റെ മഹത്വം ഞാൻ പറയേണ്ടതുണ്ടോ? ഫുഖഹാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാമത്ത് നിൽക്കുന്ന ഇമാമിനാണോ ശ്രേഷ്ഠത, അതല്ല മുഅദ്ദിനുക്കാണോ? ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം മുഅദ്ദിനുക്കാണ് സ്ഥാനമെന്നാണ്. അത്രത്തോളം ബഹുമതിയും സ്ഥാനവും അലങ്കരിച്ച ഒരു ഖിദ്മത്ത് കിട്ടിയിട്ട് എന്തേ ഈമാന് നഷ്ടപ്പെട്ടു പോയതെന്ന് ഈ ചെറുപ്പക്കാരനോട്, ഈ മനുഷ്യനോട് ഈ മഹാൻ ആരാഞ്ഞപ്പോൾ പറഞ്ഞതെന്താ? എൻ്റെ ഇക്കാക്കമാരുടെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ഒരാള് പലിശയുമായി ബന്ധമുള്ള ആളായിരുന്നു, മറ്റൊരാള് അന്യ സ്ത്രീകളെ കാണുന്ന വിഷയത്തിൽ, അവരുടെ ഔറത്തുകൾ കാണുന്ന വിഷയത്തിൽ വല്ലാതെ ആസ്വാദനം കണ്ടെത്തിയ വ്യക്തിയായിരുന്നു. ഇതാണ് പറഞ്ഞപ്പോൾ ഇതിൻ്റെ കാരണമെന്ന് ഈ മഹാൻ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തിന് ഞാൻ പറഞ്ഞു, ഈ സാധനം നമ്മളെ കയ്യിലുണ്ടാകുമ്പോൾ ഇത് ഖൈറും ഷർറും നമ്മളിലേക്ക് കൊണ്ടുവരുന്ന നന്മയുടെയും തിന്മയുടെയും തട്ടുകൾ മുൻതൂക്കം തൂങ്ങാൻ ഈ സാധന മുഖേന നമ്മളിലേക്ക് അതാ വന്നുകൊണ്ടിരിക്കുന്ന സമാനാണ്. സ്ത്രീകളുടെ ഔറത്തുകൾ കാണൽ. 40 വയസ്സ് കഴിഞ്ഞിട്ടും ഇത് ഹറാമാണെന്ന് അറിഞ്ഞിട്ടും അത് കണ്ട് ആസ്വദിക്കുന്ന മനുഷ്യൻ, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിൻ്റെ മേല് തുടർന്നാൽ, അത് മാത്രമല്ല ഹറാമാണെന്ന് അറിഞ്ഞിട്ടും ഒരു തെറ്റിൻ്റെ മേല് തുടർന്നാൽ അവൻ്റെ ഈമാന് ഭയപ്പെടണേ. ഈമാൻ കിട്ടാതെ മരിച്ചാലോ ഖുലൂദുന്നാർ, നഊദു ബില്ലാഹ്, റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. ഈമാൻ കിട്ടാതെ മരിച്ചിട്ട് കാര്യമില്ലല്ലോ, പിന്നെ കാലാകാലം നരകത്തിലല്ലേ അവനക്ക് പോകാനുള്ളത്. നഊദു ബില്ലാഹ്, അങ്ങനെ മരിച്ചാൽ പിന്നെ അവൻ്റെ ഖബറിലേക്ക് 3ഉം 7ഉം 14ഉം എന്ത് നടന്നിട്ടും കാര്യമില്ല, ഖബറിലേക്ക് അത് എത്തുകയില്ല, ഫലമില്ല. എന്തേ അങ്ങനെ തെറ്റുകൾ സംഭവിച്ചു പോകുന്നത് തടയാനുള്ളൊരു മരുന്ന് ഞാൻ രണ്ടത്താണി ഉസ്രത്തില്, ഇപ്പോഴല്ല, ഒരു 10 വർഷം മുമ്പ് ഒരു തസ്കിയത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അത് കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ, ഇന്ന് അദ്ദേഹം ഡോക്ടറാണ്, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ക്ലാസ്സിൽ 2 ലോകം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തെ കുറിച്ചാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഞാനൊരു ജനറൽ കുടുംബത്തിലുള്ള മനുഷ്യനാണ്, ഞാൻ എൻ്റെ കാര്യം ഭയപ്പെടും. ഞാൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ആഖിബത്തിൻ്റെ കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ കാര്യം ഞാൻ പേടിക്കുന്നു. എനിക്ക് മോചനം എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നാണ് ചെറുപ്പക്കാരൻ്റെ ചോദ്യം. ആ ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കലേക്ക് വന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ബാംഗ്ലൂരിൽ എന്താ പണി? ഞാൻ ഡോക്ടറാവാൻ പഠിക്കുകയാണ്, അടുത്തെവിടെങ്കിലും വല്ല മഖാമുകളുണ്ടോ, മഹാന്മാരുടെ മക്ബറുകളുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും ഒരു മഹാന്റെ മക്ബറ കേന്ദ്രീകരിച്ച് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അവിടെ നിന്ന് പോവുക, അതാണ് ലാസിമാക്കുക. എന്നാൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഇതെന്തിനായി പറഞ്ഞത്? ആ ചെറുപ്പക്കാരന് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല, നല്ലൊരു അവസ്ഥയിലേക്ക്
പിന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞത് അവിടെ സംഘടന ഉണ്ടോ, SSF ഉണ്ടോ എന്ന് ചോദിച്ചു. അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതുണ്ടെങ്കിൽ അതിൽ പങ്കുചേരുക, ഈ ഒരു കാര്യം ചെയ്യുക. അദ്ദേഹത്തിന് അൽഹംദുലില്ലാ മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പോഴും ഇടക്കിടക്ക് എൻ്റെ അടുക്കൽ വരും, ഓരോ ഉപദേശം തേടി പോകും. നല്ല ജീവിതം അദ്ദേഹം നയിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു തെറ്റിൽ ഞാൻ അകപ്പെട്ടിട്ടുണ്ട്. മോചനം കിട്ടാൻ എന്താണ് വഴി? ഹയാത്തുള്ള മഹാന്മാരുടെ അടുക്കലേക്ക് പോവാൻ ഇപ്പൊ ധൈര്യമുള്ള മഹാന്മാര് വളരെ കുറവാ. ഇനി ഉള്ള മഹാന്മാരുടെ അടുക്കൽ പോവാൻ പറ്റുന്ന സാഹചര്യവും അല്ല. അതുകൊണ്ട് തന്നെ കുത്തുബുസ്സമാൻ, കുത്തുബുല്ലാലം, മടവൂർ ശൈഖിനെ പോലത്തെ കുത്തുബിയങ്ങളുടെ അടുക്കലായാൽ ഒന്നും കൂടി വളരെ നന്നായി. ഇങ്ങനത്തെ മഹാന്മാരടുക്കൽ ഒറ്റടിക്ക് പോയി സിയാറത്ത് ചെയ്ത് പോരുക എന്നതല്ല. ആ മഹാന്മാരടുക്കൽ സമയം കിട്ടുമെങ്കിൽ ഫർളുകൾ നഷ്ടപ്പെടാതെ, ബാധ്യതകൾ നഷ്ടപ്പെടാതെ മഹാന്മാരടുക്കൽ പോയി സമയം ചെലവഴിക്കാൻ സാധിക്കുമോ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ വയസ്സ് 40 കഴിഞ്ഞിട്ടും ഇങ്ങനത്തെ തെറ്റിന്റെ മേലെ തുടരുകയാണോ? ഈമാന് ഭയപ്പെടണേ. അല്ലാഹുവേ, പറയുമ്പോൾ നമുക്ക് പേടിയാണ്. പാവപ്പെട്ട ഞങ്ങൾക്ക് ഈമാൻ സലാമത്തായി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ മഹത്തായ മജ്ലിസ്, ഈ മഹത്തായ ഒരു മാസം, ഇതിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളില്ലാതെ നിന്നെ പേടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ആലിമുൻ യംലൗ തിബാഖൽ അർള് ഇൽമാ. ലോകത്തൊന്നാകെ ഇൽമ നടക്കുന്ന ഒരു മഹാപണ്ഡിതൻ ഖുറൈശി തറവാട്ടിൽ വരാനിരിക്കുന്നു എന്ന് വിശേഷിപ്പിച്ചത് ഇമാമുന ശാഫിഈ തങ്ങളാണെന്ന് ഇമാം മുസ്നി തങ്ങളെ പോലത്തെ മഹാന്മാരെ എഴുതി വെക്കുന്നു. ലോകത്തൊന്നാകെ ഇൽമ നിറച്ച മഹാന്മാര് അവര് പാടിയതോ ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും. പടച്ചോനെ, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടം വെക്കുന്നു, പക്ഷേ ഞാൻ സ്വാലിഹല്ലല്ലോ. ഷാഫി ഇമാമിന്റെ പാട്ടാണ്. ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടം വെക്കുന്നു, പക്ഷേ ഞാൻ സ്വാലിഹായ മനുഷ്യനല്ലല്ലോ എന്ന് അവര് സങ്കടപ്പെട്ട് പറയുന്നു. വെള്ളിയാഴ്ച ദിവസം 5 തവണ ഒരാളൊരു പദ്യം ചൊല്ലിയാൽ, ഫത്ലുമീന്റെ ഹാശിയാനത്തിലൊക്കെ എഴുതി വെച്ചത് കാണാം, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഖില. ഇമാമുന ശാഫി തങ്ങൾ പാടിയ പാട്ടാണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഖില. പടച്ചോനെ, ഇലാഹി റബ്ബേ, ലസ്തു പാവപ്പെട്ട ഷാഫിയായ ഞാനല്ല, ലിൽ ഫിർദൗസി അഖില, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു അർഹതയും എനിക്കില്ല. വല അഖ്വാല നാരിൽ ജഹീം, ജഹീമാകുന്ന നരകത്തിലേക്ക് കടക്കാനുള്ള ശേഷിയും എനിക്കില്ല. വഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി. അതുകൊണ്ട് പാവപ്പെട്ട എനിക്കിനി തൗബയെ കൊണ്ട് റബ്ബേ, എൻ്റെ പാപങ്ങൾ പുറത്തു കൊണ്ട് റബ്ബേ എന്ന് ഷാഫി ഇമാം പാടി പറഞ്ഞെങ്കിൽ നമ്മുടെ മുജ്തഹിദിന്റെ, നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ഷാഫി തങ്ങളാണ് ഈ പറഞ്ഞതെങ്കിൽ അവരൊക്കെ അവരൊക്കെ പവർ. അല്ലാഹുവേ, ഷാഫി ഇമാമിന്റെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. റജബ് 29 അന്നാണ് ഷാഫി ഇമാം ലോകത്തോട് വിട പറഞ്ഞത്. ആ ഡേറ്റ് നമ്മൾ പലർക്കും അറിയാതെ പോയി. മഹാന്മാരുടെ പല ഡേറ്റും നമുക്കറിയാം. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഷാഫി ഇമാം എന്ന് മരണപ്പെട്ടു എന്ന് നമുക്കറിയാതെ പോയി. റജബ് 29 വരുമ്പോൾ ബഹുമാനപ്പെട്ടവരെ ഓർത്താ പോരാ. നേരത്തെ പി.സി. പറഞ്ഞല്ലോ, എല്ലാ ദിവസവും ഖബറിലേക്ക് നന്മന്റെ കൂമ്പാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന മഹാനാണ് ഷാഫി ഇമാം. ഇത് ഷാഫി മദ്ഹബിൽ നമ്മൾ എന്ത് അമല് നമ്മൾ ചെയ്യുന്നോ അതിൻ്റെ ഒക്കെ ഒരു വിഹിതം അവിടുത്തെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഷാഫി ഇമാമിന്റെ ബർക്കത്ത് കൊണ്ട്
അള്ളാഹു നമ്മളെ നന്നാക്കി തീരുമാറാവട്ടെ. ഓതി പഠിക്കുന്ന കാലത്ത് മാലിക് ഇമാമല്ലേ ഉസ്താദ്, മാലിക് ഇമാമിന്റെ അടുക്കൽ ഓതി പഠിക്കുന്ന സമയത്ത് ഒരു മസാല ചോദിക്കാൻ വേണ്ടി ഒരാൾ വന്നപ്പോ, ഒരു പക്ഷേ മാലിക് ഇമാമിന്റെ കുട്ടിയെ പരിശോധിച്ചതോ എന്തോ ആവാം, ഒരാള് ഭാര്യയെ തൊലാക്ക് ചൊല്ലിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വന്നപ്പോ ആ തൊലാക്ക് സംഭവിച്ചു പോയി എന്ന് മാലിക് ഇമാമ് മറുപടി കൊടുത്തു. അയാൾ സങ്കടത്തോടു കൂടി പോകുമ്പോഴാണ് ഈ മുതഅല്ലിമായ ഈ കുട്ടിയെ കണ്ടു. സങ്കടത്തിന്റെ വർത്താനം പറഞ്ഞപ്പോ, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോ കുട്ടി പറഞ്ഞു ആ തൊലാക്ക് സംഭവിച്ചിട്ടില്ല. അപ്പൊ ഈ കക്ഷി ബഹുമാനപ്പെട്ട മാലിക് ഇമാമിന്റെ അടുക്കിലേക്ക് ചെന്നു. ഇങ്ങനെ ഒരു മുതഅല്ലിം എന്നോട് പറഞ്ഞു. ആ മുതഅല്ലിമിനെ വിളിച്ചു വരുത്തി, നീ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. പറഞ്ഞു. അതിന് ഇദ്ദേഹം മാത്രം പോരാ, ഇദ്ദേഹത്തിന്റെ ഭാര്യയും വേണം, ഹാജരാക്കിയിട്ട് ഉസ്താദ് ഒന്ന് വിചാരണ ചെയ്തുകൊണ്ട് തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇവിടെ ഹാജരാക്കുന്നു. കാരണം എന്താ സംഭവം? ഈ മനുഷ്യൻ വീട്ടിലേക്ക് വന്നപ്പോൾ കുറെ വിളിച്ചു, ഭാര്യ ജവാബ് കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോ വാതില് തുറന്നു, ഞാൻ നിസ്കരിക്കുന്നു പറഞ്ഞു. പിന്നെ ഒരിക്കലും അങ്ങനെ സംഭവിച്ചു, അപ്പോഴും നിസ്കരിക്കുന്നു പറഞ്ഞു. പിന്നെ ഇയാൾക്ക് ദേഷ്യം പിടിച്ചപ്പോ ഇയാള് പറഞ്ഞു, ഇനി ഞാൻ വരുന്ന സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അന്നെ ഞാൻ തൊലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞു. അത് 3 1 2 എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. ഏതായാലും മൂന്നാമത് അയാൾ വന്നപ്പോഴും ഭാര്യ നിസ്കരിക്കണം. ഈ സംഭവമാണ് മാലിക് ഇമാമിനോട് പറഞ്ഞത്. നീ അങ്ങനെ പറഞ്ഞു പറഞ്ഞ സമയത്ത് പറഞ്ഞ മാതിരി നിസ്കരിക്കുന്നേരുന്നു. അപ്പൊ ഷർത്തും മശ്റൂത്തും ഒത്തല്ലോ, തൊലാക്ക് സംഭവിച്ചു. ഇതാണ് മാലിക് ഇമാമിന്റെ മറുപടി. ആ ഒരു സന്ദർഭത്തിലാണ് ഈ പെണ്ണിനെ അങ്ങോട്ട് ഹാജരാക്കാൻ പറയുന്നത്. പെണ്ണിനെ ഹാജരാക്കി സൂറത്തുൽ ഫാത്തിഹ ഓതാൻ ആവശ്യപ്പെട്ടു. സൂറത്തുൽ ഫാത്തിഹ ഓതാൻ ആവശ്യപ്പെട്ടപ്പോ ശരിക്ക് ഓതാൻ കഴിയുന്നില്ല, കളവ് തെറ്റാണ് ഓതുന്നതൊക്കെ. അപ്പോൾ ഷാഫി ഇമാം പറഞ്ഞു, ഈ പെണ്ണിന്റെ നിസ്കാരമായിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഷർത്ത് ഒത്തിട്ടില്ല, അതുകൊണ്ട് ത്വലാക്ക് സംഭവിച്ചിട്ടില്ല. മാലിക് ഇമാം തീരുമാനം കൊടുത്തു, അത് തന്നെയാണ് ശരി, ത്വലാക്ക് സംഭവിച്ചിട്ടില്ല എന്ന മറുപടിയും കൊടുത്തു. ആ കുട്ടിയാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് ഷാഫി ഇമാമിന്റെ ആണ്ട് കഴിക്കണം റൂമിൽ വെച്ച് എന്ന് ആഗ്രഹിക്കുകയും എല്ലാവരും സംഘടിപ്പിച്ചു. അങ്ങനെ ഒരു ആണ്ട് സംഘടിപ്പിച്ചു. ഷെയ്ഖുനയോട് പോയിട്ട് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഉസ്താദും വന്നു റൂമിൽ, ഞങ്ങളുടെ റൂമിൽ ഉസ്താദ് വന്ന് പങ്കെടുക്കാൻ. ഷാഫി ഇമാമിന്റെ ആണ്ട് അങ്ങനെ ആരും കഴിക്കാറില്ല. എനിക്ക് വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു. ഞങ്ങൾ റൂമിൽ വന്നു. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മഹാനവറുകൾ ഈ മാസം വഫാത്തായി. സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങൾ റഹിമഹുല്ലാ. അള്ളാഹു ഖാജാ തങ്ങളെ ദർജയും വർദ്ധിപ്പിക്കുമാറാവട്ടെ. അജ്മീറിൽ പോയവരുണ്ടോ അവിടെ? കൈയൊക്കെയാണ്. അൽഹംദുലില്ലാ. അജ്മീറിൽ പോവണം. എന്താ അജ്മീറിൽ പോയാലുള്ള ഗുണം? അജ്മീർ ഷരീഫിൽ ചെന്നാൽ ഖാജ നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ മദീനയിലെത്തും. മദീനയിലെത്തിയാലോ വജബത്ത് ശഫാഅത്തി, എന്നെ ഒരാൾ സന്ദർശിച്ചാൽ അവനക്ക് എൻ്റെ ശഫാഅത്ത് നിർബന്ധമായി കഴിഞ്ഞു. മുത്തുനബിന്റെ ശഫാഅത്ത് ലഭിച്ചാലോ അവൻ സ്വർഗത്തിലെത്തി കഴിഞ്ഞു. ഇന്ത്യയുടെ മദീനയാണ് അജ്മീർ ഷരീഫ്. വിനീതനായി ഞാൻ അജ്മീറിൽ പോവാൻ ആഗ്രഹിച്ചു. എൻ്റെ ഉസ്താദിനോട് ഞാൻ ആ കാര്യം പറഞ്ഞു. വല്ലാത്ത ആഗ്രഹമുണ്ട് അജ്മീറിൽ ഒന്ന് എത്തണമെന്ന്. ഇങ്ങനത്തെ വിവരങ്ങൾ കിട്ടിയപ്പോൾ വല്ലാത്ത ആശ വന്നുപോയി. ഉസ്താദ് പറഞ്ഞു, ഇന്ന് മുതൽ അജ്മീറിലേക്കൊരു യാസീന് ഖാജാ തങ്ങളെ പേരിൽ ഓതിക്കോളൂ, അജ്മീറിലെത്തും.
സുബ്ഹാനല്ലാഹ്. 10 തവണയുടെ മുകളിൽ 11 12 തവണ അജ്മീറിൽ പോവാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും പൂതിയുണ്ട്. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ഹാജ തങ്ങളെ ബർക്കത്ത് കൊണ്ട് 2 തവണ മദീനയിൽ സിയാറത്ത് ചെയ്യാനും സാധിച്ചു. ഇനിയും ധാരാളം നമുക്ക് റബ്ബ് തൗഫീഖ് നൽകട്ടെ. മഹാന്മാർക്ക് ജലാലിയത്തും ജമാലിയത്തുമുണ്ട്. 2 വിശേഷണം ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ സമയം നീണ്ടുപോകും. ആകത്തുകയിൽ ഗൗരവമുള്ളൊരവസ്ഥയാണ് ജലാലിയത്തെങ്കിൽ വളരെ സ്നേഹമുള്ള ഒരവസ്ഥയാണ് ജമാലിയത്ത്. ബഹുമാനപ്പെട്ട ഹാജ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ജമാലിയത്തിൻ്റെ ഉടമയാണ് ഹാജ തങ്ങള്. സങ്കടം ചെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുകയാണ്. ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ട് അവിടുത്തെ കറാമത്തുകൾ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരാള് അജ്മീറിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഹാജ തങ്ങളെ, നിങ്ങളെ ഈ ദർഗയുടെ മുകളിലുള്ള ഈ മകുടം, സ്വർണത്തിന്റെ കിലോ കണക്കിന് തൂക്കം വരുന്ന മകുടം എനിക്കൊന്ന് ലഭിക്കണം, കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. കട്ടുകൊണ്ടുപോകാനാ പറഞ്ഞത്. ഹാജ തങ്ങളോട് വന്നിട്ട് പറയാണ്, ഇതൊക്കെ കട്ടുകൊണ്ടുപോകണം. എപ്പോൾ നോക്കിയാലും അജ്മീറിൽ പോയവർക്കറിയാലോ, രാവും പകലും അവിടെ വെളിച്ചമാണ്, ആളുമാണ്, കവാലിയാണ്, അങ്ങനെ ആണ് അവിടുത്തെ അവസ്ഥ. ഹാജ തങ്ങളോട് ഇയാൾ സങ്കടം പറഞ്ഞു. അത് ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്തു. ദിവസവും സമയമൊക്കെ അറിയിച്ചു കൊടുത്തു. ആ മനുഷ്യൻ ആ സമയം തക്കം നോക്കി മകുടമെടുക്കുന്നു, കൊണ്ടുപോകുന്നു. പക്ഷെ അജ്മീർ ദർഗയുടെ മകുടം കാണാതെയായപ്പോൾ അത് ഫ്ലാഷായി, പരസ്യമായി. ഇദ്ദേഹത്തിന് പേടിയായി. വീട്ടിൽ വെച്ചിരിക്കേണ്ട മുതലല്ലല്ലോ, അത് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വേദനയായി. വീട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഹാജ തങ്ങളെ, ഇതിനൊരു തീരുമാനമെടുത്ത് തരണം, ഇതിന്ന് വിറ്റ് തരണം, എനിക്ക് കാശ് വേണം. അതും പറയുന്നത് ഹാജ തങ്ങളോട് തന്നെയാണ്. അപ്പോഴാണ് ഹാജ തങ്ങൾ ഹദറത്തിൽ ഒരു കോടീശ്വരൻ അദ്ദേഹത്തിന്റെ വലിയൊരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അവിടെ വന്ന് കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തെ മനാമിലൂടെ വിവരം കൊടുക്കുന്നു. ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്നവന്റെ വീട്ടിൽ എൻ്റെ ദർഗയുടെ മക്കാമിൻ്റെ ദർഗയുടെ ഈ മുകളിലുള്ള മകുടം, സ്വർണത്തിൻ്റെ മകുടം അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. ആരോടും പറയാതെ, ആരും അറിയാതെ സ്വകാര്യമായി അവിടെ ചെന്ന് അദ്ദേഹം പറയുന്ന വില കൊടുത്തത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണം. എന്നാൽ നിങ്ങളെ കാര്യം ശാന്തമാകും, സലാമത്താകും. അദ്ദേഹത്തിന് പണം പ്രശ്നമല്ലല്ലോ. അദ്ദേഹം അത് ഏറ്റെടുത്തു. ആ ഏറ്റെടുത്ത പ്രകാരം പോയി പറഞ്ഞ വില കൊടുത്തു, അത് കൊണ്ടുവന്നു, ഫിറ്റ് ചെയ്തു. ഇപ്പൊ എന്തുണ്ടായി? എല്ലാവരുടെ കാര്യം നടന്നു. വല്ലാത്തൊരു ദയുള്ള. ഞങ്ങള് മർക്കസ് നേർക്ക് പോയപ്പോ ഞങ്ങള് 4 ആളോ 3 ആളോ പോയി. 2ാമത്തെ ദിവസം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പല കാര്യങ്ങളുണ്ട്. 2ാമത്തെ ദിവസം ഞങ്ങളിൽപ്പെട്ട ഒരാൾക്ക് ഖത്മ ഓതി തീർത്തിട്ട് പോവാൻ പറ്റുള്ളൂ എന്ന് വിവരം കിട്ടി. പഠിച്ചോനെ, പിറ്റേന്ന് പോവാനുള്ളതാണ്. എന്തപ്പ ചെയ്യാം? അങ്ങനെയുണ്ട്. ഔലിയ മസ്ജിദിന്റെ അടുത്ത് റൂമില് നമ്മളെ കാഴ്ചയിൽ ഒരു മഹാനാണെന്ന് ബോധ്യപ്പെട്ട അവരോട് ഇങ്ങനെ ഈ വിവരം അറിയിച്ചു. അപ്പൊ നിങ്ങൾ എത്ര പേരാന്ന് ചോദിച്ചു. ഞങ്ങൾ 4 പേരാന്നിന്റെ ഓർമ്മ, 4 പേരാണ്. 4 പേരും കൂടി, അതിന്റെ അമീറല്ലേ വിവരം കിട്ടിയത്, 4 പേരും കൂടി ഖത്തം തീർത്ത് പോയാൽ മതി. ഞങ്ങൾ 4 പേരും കൂടി ഖത്തം തീർത്തു. ഞങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു. ഞാൻ എന്തിനാ അത് പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ ഓതുക, മുത്തുനബിന്റെ മദ്ഹ് ചൊല്ലുക, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഇതൊക്കെ വലിയ ഇഷ്ടമാണ് ഹാജ തങ്ങൾക്ക്, വലിയ ഇഷ്ടമാണ്. ഖുർആനോത്ത് നല്ല ഓത്താണെങ്കിൽ വലിയ ഇഷ്ടമാണ്. ഹാജ തങ്ങളുടെ ദയ എന്ന് പറഞ്ഞാൽ അജ്മീർ ഷെരീഫിലേക്ക് ഞാൻ നിർത്തുകയാണ്. ഇന്ത്യന്റെ രാജാവായി മുത്തുനബി നിശ്ചയിച്ചു. അങ്ങനെ ഒരു യാത്രയപ്പ് കൊടുക്കുകയാണ്. ആ യാത്രയപ്പിന്റെ വേളയിൽ ഗൗസുൽ ആദമുണ്ട്, റിഫായി ഷേഖ് ഉണ്ട്. അവരൊക്കെ ഒരു കാലക്കാരാണ്. അവരൊന്നിച്ചാണ് വേദി ഒരുക്കിയിട്ട് യാത്രയപ്പ് കൊടുക്കുന്നത്.
ആ യാത്രയപ്പ് വേളയിൽ യാത്രയപ്പിന്റെ പ്രസംഗം നടത്തുന്നത് ഗൗസുൽ ആലമാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം പ്രസംഗിക്കുകയാണ്. ഈ സദസ്സിൽ പങ്കെടുത്തവര് ആരും പുറത്തു പോകാൻ പാടില്ല. എല്ലാവർക്കും അള്ളാഹുവിൽ നിന്ന് ഞാൻ സ്വർഗം വാങ്ങിച്ചു തരാം എന്ന് പ്രഖ്യാപിച്ചപ്പോ ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ ഇറങ്ങിപ്പോകുന്നു. പുറത്തേക്ക് പോയി അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, ആരും പുറത്തു പോകരുതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തേ പുറത്തേക്ക് പോയത്? ബഹുമാനപ്പെട്ടവരെ ജവാബ്, ബഹുമാനപ്പെട്ടവരെ നിങ്ങൾ വല്ലാത്തൊരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചു. ഈ വിവരങ്ങൾ അറിയാത്ത കുറെ സാധുക്കൾ പുറത്തുണ്ടല്ലോ, അവരും കൂടി സരസിൽ പങ്കെടുത്താൽ അവർക്കും കൂടി രക്ഷ കിട്ടുമല്ലോ, സ്വർഗം കിട്ടുമല്ലോ എന്ന് ആശിച്ചു പോയി. അപ്പൊ പറഞ്ഞു, നിങ്ങളാണ് ഗരീബ് നവാസ്, പാവങ്ങളെ അത്താണി, പാവങ്ങളെ സഹായി. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ വലിയ ദയയുള്ള ജമാലിയത്ത് ഉള്ള വലിയ മഹാനാണ്. സങ്കടങ്ങൾ വേഗം ഏറ്റെടുക്കുന്നവരാണ് അജ്മീർ ഹാജ. ഞാനങ്ങനെ ചരിത്രങ്ങൾ പറഞ്ഞാൽ നീണ്ടുപോകും. ഇന്നും ഒരു മനുഷ്യൻ ഹാജാ തങ്ങൾ അടുക്കലേക്ക് പോകുന്നവർക്ക് സഹായിക്കാനായിട്ട് അവിടെ ഉണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. ഞങ്ങൾക്ക് വല്യാർപ്പൂര് അജ്മീർ ഹാജന്റെ ഒരു പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണത്തിന് വേണ്ടി ചെന്നപ്പോ കുഞ്ഞുട്ടി തങ്ങളാണ് ദ്വാരക്കാൻ വന്നിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആ മുദരിസ്, ആ മിസ്ബാഹി ഉസ്താദിന്റെ പേര് മറന്നുപോയി, വരാൻ തോന്നുന്നുണ്ട്. ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, അജ്മീറിൽ പോയാല് അവിടെ ഒരു വ്യക്തി ഉണ്ട്, പക്ഷെ ആർക്കും കാണാൻ പറ്റൂല. ഹാജാ തങ്ങൾ നിശ്ചയിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോ കുഞ്ഞുട്ടി തങ്ങളാണ്ട് എണീറ്റു. കാണാൻ പറ്റൂല എന്നോ? ഞാൻ കണ്ടടോ. കുഞ്ഞുട്ടി തങ്ങള് കുറച്ച് സ്ട്രോങ് ആണ്. ഞാൻ കണ്ടു. പിന്നെന്തിനാ നിർത്തിയത്? പറ്റുന്നവർക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഇന്നും ഹയാത്തുള്ള ഒരു വ്യക്തി ഉണ്ട് എന്നാ. അള്ളാഹുവെ, നമുക്കൊക്കെ അജ്മീറിൽ പോവാനും ഹാജാ തങ്ങളെ പൊരുത്തം ലഭിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഞാൻ ചുരുക്കട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഈ മാസം ഇങ്ങനത്തെ ഗുണങ്ങളെ കൊണ്ട്, വലിയ പവർ കൊണ്ട് ധന്യമായ മാസമായതുകൊണ്ട് ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ തെറ്റുകൾ ചെയ്തു പോകുന്നവരാണ്. സൂക്ഷിക്കണം. നന്മക്ക് പവറുണ്ടെങ്കിൽ തെറ്റിനും കഠിനമാണെന്ന് മനസ്സിലാക്കണം. നമ്മള് പിശാചിന്റെ വലയിൽ കുടുങ്ങി പല തെറ്റിലും അടിമപ്പെട്ട് പോയവരുണ്ടാകും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അങ്ങനത്തെവരൊക്കെ മഹാന്മാരെ പിടിച്ചാൽ അതിലൂടെ നമുക്ക് രക്ഷ കിട്ടും. ചരിത്രങ്ങൾ ധാരാളം നമ്മളെ മുമ്പിൽ പറയാനുണ്ട്. അള്ളാഹു മഹാന്മാരുടെ കറാമത്തിലൂടെ അവരെ ബറക്കത്ത് കൊണ്ട് നമ്മളൊക്കെ ജീവിതം നന്നായി അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. രോഗങ്ങൾ മാറണം, മുറാദ് ഹാസിലാവണം, വിഷമങ്ങൾ തീരണം. അതൊക്കെ നമ്മളെ ആവശ്യങ്ങളാണ്. ഏറ്റവും മർമ്മം ആഖിബത്ത് നന്നാവലാണ്, ഈമാൻ കിട്ടി മരിക്കലാണ്. അതാണ് നമ്മൾ ഏറ്റവും റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യേണ്ടത്. ഈ സമാൻ വല്ലാത്തൊരു കാലമാണ്. സമാനിൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ പറയാൻ ധാരാളമുണ്ട്. വല്ലാത്തൊരു കാലഘട്ടമാണ്. അള്ളാഹുവേ, നീ ഞങ്ങളെ ഈമാൻ കാത്ത് രക്ഷിക്കണേ അള്ളാഹ്. ഈമാൻ സലാമത്തായി മരിക്കാൻ തൗഫീക്ക് നൽകണേ അള്ളാഹ്. രോഗങ്ങൾ നേരത്തെ ഉസ്താദ് കുറേ ആളുകൾ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ ഇവിടുന്ന് ദുആ ചെയ്യും, യാസീനോദി ദുആ ചെയ്യും. ആരൊക്കെയാണോ ഈ സദസ്സിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന പലരുടെയും മനസ്സ് വേദനിക്കുന്നവരുണ്ട്. മക്കള് പ്രായം കവിഞ്ഞു, ആണായാലും പെണ്ണായാലും നല്ലൊരു ഇണ ലഭിക്കാത്തതിൻ്റെ പേരിൽ വേദനിക്കുന്ന മനസ്സുമായി കഴിയുന്ന എത്ര മാതാപിതാക്കളുണ്ട്. അങ്ങനെ പല വിഷമങ്ങള്, കുടുംബത്തിൽ കലഹങ്ങള്, മാനസികമായ വിഷമങ്ങള്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ വിഷമിക്കുന്നത് മക്കളെ കാര്യത്തിലാണ്. നമ്മളൊക്കെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. മാനം കടയേണ്ട, വഷളാവേണ്ട സാഹചര്യങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. ആരൊക്കെയാണോ ഈ മജ്‌ലിസിലേക്ക് നേർച്ചയാക്കുന്നവരും സംഭാവന നൽകുന്നവർക്കൊക്കെ നീ അർഹമായ ഫലം
ഈ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട്, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ ഹാസിലാക്കണേ റഹ്മാനെ. രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ, വിഷമങ്ങൾ തീർക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഈ സരസ് മുടങ്ങാതെ മുറുകെ പിടിക്കുന്ന സാധാരണ കാണുന്ന കുറേ മുഖങ്ങൾ ഇവിടെ ഉണ്ട് റബ്ബേ. അവരൊക്കെ ലക്ഷ്യം അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈ മജ്ലിസ് മുറുകെ പിടിച്ചാൽ ആഖിബത്ത് നന്നായി കിട്ടും, അവസാനം നന്നായി മരിക്കാൻ കഴിയും എന്നതാണല്ലോ. ആ രൂപത്തിൽ അവർക്കും ഞങ്ങൾക്കും നീ ഫലം അനുഗ്രഹിക്കുന്ന, ഫലം ലഭിക്കുന്ന മജ്ലിസാക്കി നീ കബൂലാക്കി തരണേ റഹ്മാനേ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീം എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.